നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് ഇന്നത്തെ നമ്മൾ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് നോക്കാൻ പോവാം. ഓക്കെ, നിങ്ങളോട് നിങ്ങൾക്കുള്ള സ്ഥാനം, സോറി ഞാനിങ്ങനെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് നോക്കാം. അവർ നിങ്ങൾക്ക് എത്രത്തോളം ഒരു വില കൽപ്പിക്കുന്നുണ്ട്, എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 6 of Wands, 8 of Pentacles, 5 of Pentacles, Knight of Cups, Page of Swords. ഓക്കെ, ഓക്കെ, ഞാൻ ഇത് എടുത്തത് ആദ്യം പറയാം. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു സക്സസ് ആണ് ആഗ്രഹിക്കുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലവർ കുറച്ച് പേർക്കെങ്കിലും മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സാധിക്കുന്നവർക്ക് നിങ്ങൾക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാരീഡ് ആവാൻ ലൈക്ക് നിങ്ങളുമായിട്ട് ഒരു മാരേജ് എന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 8 of Pentacles ആണ് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാൻ തീരെ ആഗ്രഹമില്ല. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ അവർക്ക്. ഓക്കെ, 5 of Pentacles ആണ്. 5 of Pentacles എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ അകൽച്ച വല്ലതും ഉണ്ടെങ്കിൽ അവർ ആ നഷ്ടം അവർ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങൾ ഈവൻ സംസാരമുണ്ട്, കോണ്ടാക്ട് ഉണ്ടെങ്കിലും അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും ഫീലിങ്സ് ഉണ്ട് അവരുടെ മനസ്സിൽ. ഫീലിങ്സ് ലൈക്ക് സ്നേഹത്തിൻ്റെ ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എക്സ്പ്രസ് ചെയ്യാൻ വരും എന്ന് പറയാം. നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സംസാരിച്ചാലും ഇല്ലെങ്കിലും ഓക്കെ ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലായിരിക്കും, ബട്ട് അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓൺലൈൻ വന്നോ പോയോ, വേറെ ആരോടെങ്കിലും സംസാരം ഉണ്ടോ, അങ്ങനെയൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ സ്ഥാനം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, എന്നാലും എടുക്കാം. ഓക്കെ, വേറെ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ്? 8 of Swords ആണ്. കുഴപ്പമില്ല. Wheel of Fortune, Justice. ഓക്കെ, 8 3 8 വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എംപ്രസ് ആൻഡ് എംപറർ വീണ്ടും വന്നു. ഓക്കെ, 3 കാർഡും ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. വാവ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി അത് അവർ മാരേജ് സിറ്റുവേഷൻ ആയിരിക്കാം, ചിലവർക്ക് മാരീഡ് ആയിരിക്കാം, ചിലവർക്ക് പാരൻസിൻ്റെ തടസ്സമായിരിക്കാം, രണ്ടും പറയാം. ഓക്കെ, ചില കാര്യങ്ങൾ അവരെ ഇമോഷണൽ ആക്കുന്നുണ്ട്. ആ ഇമോഷണൽ ആക്കുന്ന കാര്യം ഐ തിങ്ക് അവർ തടസ്സങ്ങൾ, അതായത് ഒന്നുമില്ലെങ്കിൽ ഫാമിലി അഗ്രി ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളായിരിക്കാം. ചിലവർക്ക് അവർ പേഴ്സൺ മാരീഡ് ആണ് എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും. കാരണം സ്റ്റക്ക് വന്നിട്ടുണ്ട് ഇവിടെ. സോ നിങ്ങൾ തമ്മിൽ ഇടയിൽ തടസ്സങ്ങളുണ്ട്, ബ്ലോക്കേജസ് ഉണ്ട്. ആ ബ്ലോക്കേജസ് ഞാൻ പറഞ്ഞ പോലെ ഒന്നുടെയും ഫാമിലി, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ, എന്തായാലും ഫാമിലി. ഓക്കെ, ആ സിറ്റുവേഷനാണ് മെയിൻ ആയിട്ട് ഇവിടെ എനിക്ക് കാണുന്നത്. യെസ്, ഓക്കെ, തേർഡ് പാർട്ടി എന്ന രീതിക്ക് ആരോ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ മാരേജ് അവർ ഫിക്സ് ആയി എന്ന് പറയാം, അല്ലെങ്കിൽ ലൈക്ക് ഫാമിലി അഗ്രി ചെയ്യില്ല, നിങ്ങളെ സ്വീകരിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർ മാരീഡ് ആണെങ്കിൽ അതിൽ സ്റ്റക്കാണ് അവർ എന്ന രീതിക്കൊക്കെയാണ് കാണുന്നത്. അവർക്ക് പക്ഷേ ഒരു സമയത്തിൻ്റെ ചേഞ്ചാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് അവർ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് സമയം ഒന്ന് മാറി വന്ന് ഓക്കെ നിങ്ങളോട് ന്യായം ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ലൈക്ക് അവർക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവർ വിചാരിക്കും ലൈക്ക് യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന രീതിയിൽ അവരുടെ മനസ്സിൽ തോന്നാറുണ്ട്. യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ചെയ്ത് ഒന്ന് സമയത്തിനൊന്ന് മാറ്റി തരുമോ എന്ന രീതിക്ക് അവർ ചിന്തിക്കാറുണ്ട്. ഓക്കെ, നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, ഇവിടെ 8 of Cups കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അകൽച്ചയുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ തടസ്സങ്ങളുടെ റീസൺ ആണ്. അതുകൊണ്ടാണ് അല്പം മാറിയൊക്കെ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ പക്ഷെ വിട്ടുപോകുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഞാനത് പറയാം. അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഓക്കെ, നിങ്ങളോടാണ് ഫീലിങ്സ് ഉള്ളത്. Queen of Cups ആണ്. സോ ഇത് അവരുടെ ഫീലിങ്സ് ആയിട്ടും പറയാം, നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടും പറയാം. അവർക്ക് നിങ്ങളോടാണ് സ്നേഹമുള്ളത് തീർച്ചയായിട്ടും. ഓക്കെ, ആ ഒരു കാര്യത്തിലൊന്നും ഡൗട്ടില്ല. ഓക്കെ, അവർ മാരീഡ് സിറ്റുവേഷൻ ആണെങ്കിലും ആക്ച്വലി ഇവിടെ ടവറും 3 ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല. അവർ മേ ബി അവരുടെ ഫാമിലിയിൽ പ്രോബ്ലംസ് നടക്കുന്നുണ്ടാവാം, അങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടാവും. ഇമോഷണലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവർ മനസ്സിൽ മറക്കുന്നുണ്ട് എന്ന് പറയാം. മനസ്സിൽ മറച്ചു വെക്കണം അവരുടെ ഫീലിങ്സ്. ഓക്കെ, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ടവർ കാർഡ് ചിലപ്പോൾ മേ ബി അവർ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസിനെ കുറിച്ച് ആയിരിക്കാം കാണിക്കുന്നത്. ഓക്കെ, അയ്യോ ക്വീൻ ഓഫ് കപ്സ് പോട്ടെ സാറേ. ഓക്കെ, വേറെ
നിങ്ങൾക്ക് തരുന്ന നിങ്ങളെക്കുറിച്ച് അവർക്ക് ഫ്യൂച്ചർ എന്താണ് അവരുടെ മനസ്സിൽ? ഓക്കെ, വേൾഡ്, ഏസ് ഓഫ് വൺസ്, സിക്സ് ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്. വാവ്, ഓസം. ഓക്കെ, അഗൈൻ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന രീതിക്കാണ്. നിങ്ങളുടെ അടുത്ത് എങ്ങാനും വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചവർ വരും തീർച്ചയായിട്ടും. ഓക്കെ, നോ ഡൗട്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ട്, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാവും. വിട്ട് മാറി നിൽക്കുന്നവർക്ക്, സെപ്പറേഷൻ ഉള്ളവർക്ക്. അല്ലാത്തവർക്ക് നിങ്ങൾ തമ്മിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം, നല്ല സ്നേഹത്തോടെ അണ്ടർസ്റ്റാൻഡിങ്ങോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഒരു ലൈക്ക് ചിലവർ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേൾഡും സിക്സ് ഓഫ് സോർഡ്സ് ഒക്കെ പറയുന്ന യാത്രയെക്കുറിച്ചാണ്. സോ ചിലവർ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും യാത്ര പോകാനും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ, നിങ്ങളുടെ കൂടെ ജസ്റ്റ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ആ രീതിക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ആ മീറ്റിംഗ് അവർ ഏസ് ഓഫ് വൺസ് നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ അഗൈൻ ഞാൻ പറയാറുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഒരു നല്ല രീതിക്ക് മുന്നോട്ട് നിങ്ങൾ പോവുക എന്ന ആലോചിക്കുന്നുണ്ട്. ടെമ്പറൻസ് ഉണ്ട് ഇവിടെ. ടെമ്പറൻസ് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസിൽ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ച് നിൽക്കണം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് അവർ ഒട്ടും വിട്ടുപോകാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാവാം സൈഡിൽ. പക്ഷേ അത് കാരണം ലേശം ചില സമയത്ത് നിങ്ങളുള്ള ബിഹേവിയർ ഒക്കെ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ സിറ്റുവേഷൻ വൈസ് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും സ്നേഹം എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കാർഡ് എടുക്കണ്ടല്ലോ, ഞാൻ ഒറക്കിൾ മെസ്സേജസ് യൂസ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാനുള്ളത് നോക്കാം. അല്ല, മീൻസ് എന്താ മെസ്സേജസ് യൂണിവേഴ്സ് എന്താ തരുന്നത് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച്. ബോക്സിൽ കുറച്ച് കാർഡ് സ്റ്റക്കായിട്ട് കിടക്കും. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താ നോക്കാം. യൂണിവേഴ്സ് തരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ഹോൾഡ്, ഫുൾഫിൽമെന്റ്, ലോസ്, ഫാമിലി, ട്രൂത്ത്, ട്വിൻ ഫ്രെയിംസ് ആണ്. ഓക്കെ, അബണ്ടൻസ്, വാവ്, ഓസം, ഫ്രീഡം. യെസ്, ഞാൻ പറഞ്ഞില്ല അവര് എവിടെയോ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ട് ഒരു ഫ്രീ മൈൻഡോടെ, ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഹാപ്പി ആയിട്ട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ അവരെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് നിങ്ങളുമായിട്ടൊരു നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്ന രീതിക്കാണ് അവർ ആഗ്രഹിക്കുന്നത്. ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. ഓക്കെ, ബ്രേക്കിംഗ് ഫ്രീ, ന്യൂ സൈക്കിൾ എന്നൊക്കെയാണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം എന്ന രീതിക്ക് അവർക്കുണ്ട്. കൺട്രോൾ കാണുന്നുണ്ട്. സൈലന്റ്, ഒബ്സർവിങ്, ഹൈഡിങ് ഫീലിംഗ്, സീക്രട്ടീവ്. ഞാൻ നേരത്തെ ഇതിന്റെ കാര്യം പറഞ്ഞു, സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം, പേജ് ഓഫ് സോർഡ്സ് എനർജി. ഓക്കെ, അവിടെ നിങ്ങളുടെ മുമ്പിൽ അവർ കാണിക്കുന്നത് ചിലപ്പോൾ ഫീലിങ്സ് ഇല്ലാത്ത പോലെയോ സൈലൻ്റ് ആയിട്ടോ ഒക്കെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ അവരുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യുകയാണ്. ഓക്കെ, അവർ ഫീലിങ്സ് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അവർ നിങ്ങളുടെ അടുത്ത് ചില സമയത്ത് ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല, പക്ഷെ അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈലന്റ് ആൻഡ് ഒബ്സർവിങ്, സോറി, അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമാണ്. അവർക്ക് മനസ്സിൽ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, അതായത് നിങ്ങളെ വേറെ ആരോടെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും അവരുടെ മനസ്സിലുള്ള അത്രയും ഫീലിങ്സ് ഉണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ളത് ലോസ് കാണുന്നുണ്ട്. നോട്ട് ഫീലിംഗ് ഇനഫ്, മിസ്സിങ് സം വൺ, ലെഫ്റ്റ് ഔട്ട്. ഓക്കെ, ഞാൻ ഈ സെയിം തിങ് ആണ് കേട്ടോ. 5 ഓഫ് പെന്റിക്കിൾസിന്റെ കാർഡാണിത്. ഓക്കെ, അവർക്ക് ചില സമയത്ത് തോന്നാറുണ്ട് നിങ്ങൾ വിട്ടുപോകും അവരെന്ന്. ഓക്കെ, നിങ്ങൾ അവരെ വിട്ടു പോവുക എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അവർ പോരാ എന്നുള്ള ഒരു തോന്നലുണ്ട്. ദറ്റ് അവർ നോട്ട് ഇനഫ് എന്ന രീതിയിൽ, അതായത് നോട്ട് ഫീലിംഗ് ഇനഫ് എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പണം കുറവെന്നോ സ്റ്റേറ്റസ് കുറവെന്നോ, ഓക്കെ, നിങ്ങളായിട്ട് മാച്ച് ആവില്ല എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവാം. നിങ്ങൾ വിട്ടു പോവുക എന്നുള്ള പേടി എന്നർത്ഥം തന്നെ പറഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ളൊരു ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ട്. ഫുൾഫിൽമെന്റ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വിഷസ് ഫുൾഫിൽ ആവും. നിങ്ങൾ തമ്മിൽ ലൈക്ക് നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും അവർക്കും ആഗ്രഹം അത് തന്നെയാണ്. ഓക്കെ, അവർക്കും നിങ്ങളുമായിട്ട് സക്സസ്, ആക്ച്വലി സക്സസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ സക്സസ് വേണം എന്ന് തന്നെയാണ് അവർക്കും ആഗ്രഹം. ഓക്കെ, അതിൻ്റെ ഇവിടെ ഫാമിലി കാണുന്നുണ്ട്. ഒന്ന്, ഇത് നിങ്ങൾ തമ്മിൽ ഉള്ള സിറ്റുവേഷൻ, കമ്മിറ്റ്മെന്റ്, ഹോം, മാരേജ്, സെലിബ്രേഷൻ, സെക്യൂരിറ്റി. നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞു മാരേജ് ആണ് ചിലവർ ആഗ്രഹിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും മാരേജ് ആഗ്രഹിക്കുന്നത്, മീൻസ് എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ട് മാരേജ്. പോസിബിൾ ആയവർക്ക് നിങ്ങൾ മാരേജ് നടക്കും, ഇല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഓക്കെ, അവർക്ക് അങ്ങനെ വേണം എന്നുണ്ട്. ആൻഡ് ഇവിടെ ട്രൂത്ത് എക്സ്പ്രഷൻ, യെസ്, അവരുടെ ന്യൂ പെർസ്പെക്റ്റീവ്, സീയിങ് ദ ട്രൂത്ത്, ക്ലിയർ ആക്ഷൻ. ഓക്കെ, ഓണസ്റ്റി, യെസ്, അവർ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയും. അവരുടെ ഫീലിങ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ,
നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും അവർ കാര്യങ്ങൾ പറയും. അതിൻ്റെ ഒരു സമയം വരും എന്തായാലും. എൻ്റെ ഇവിടെ ട്വിൻ ഫ്ലെയിംസ് എന്നാണിത്. നിങ്ങൾ തമ്മിൽ സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനാണ്. ഓക്കെ, ട്വിൻ ഫ്ലെയിം ആവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്, ടെലിപ്പത്തിക് സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ കണക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള ഡിവൈൻ കണക്ഷനാണ്. ഓക്കെ, അത് അവർ തീർച്ചയായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാണിക്കുന്നില്ലെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു ചില സിറ്റുവേഷൻ കാരണമാണ്. അവർ ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാരണം അല്ലെങ്കിൽ ഫാമിലിയുടെ തടസ്സം കാരണം ഒക്കെയാണ് അവർ മാറി നിൽക്കുന്നത്. ചില സമയത്ത് അവർക്ക് തോന്നുന്നുണ്ടാവും അവർ പോരാ എന്ന് തോന്നുന്നുണ്ടാവും, അതുകൊണ്ട് മാറി നിൽക്കും ചിലവർ. സോ പല കാര്യങ്ങളുമാണ് ഇവിടെ കിട്ടുന്നത്. അബൻഡൻസ്, വിൻഡ്ഫോൾ, ഗിഫ്റ്റ്, സെലിബ്രേഷൻ, പ്രൊമോഷൻ, ഓപ്പർച്യൂണിറ്റി, സക്സസ്ഫുൾ വെഞ്ചേഴ്സ്. ഓക്കെ, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സക്സസ് വരും. ഓക്കെ, എന്തെങ്കിലും സക്സസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, മേ ബി യെസ്, ജോലിയിൽ വല്ല സക്സസ് അങ്ങനെ ആയിരിക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, കാരണം അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരും എന്ന് പറയില്ലേ, നമ്മൾ കോൺഫിഡൻസ് വരും ദാറ്റ് ഓക്കെ ഞാനും എന്തെങ്കിലും ആണ് എന്നൊരു തോന്നൽ വരും. സോ അവർ നിങ്ങളോട് പറയാൻ കുറച്ചുകൂടി നിങ്ങളുമായിട്ട് അടുക്കാൻ അവർക്കൊരു ധൈര്യം കിട്ടും. ഓക്കെ, സോ ഇവിടെ അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ തമ്മിലും നമുക്ക് പറയാം നല്ലൊരു അബണ്ടൻസ് വരുന്നു എന്ന് പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ്. പേഴ്സണിന് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അവർ നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല, നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, സ്ഥാനമൊക്കെ നല്ലോണം ഉണ്ട് നിങ്ങൾ അവരുടെ മനസ്സിൽ. പക്ഷെ ചിലത് പ്രകടിപ്പിക്കുമ്പോഴും കാണിക്കുമ്പോഴും ഉള്ള വ്യത്യാസങ്ങളാണ്. ഓക്കെ, അത് ഐ തിങ്ക് നാളെ റീഡിങ് എടുക്കാം. അവർ കാണിക്കുന്നതും അവരുടെ മനസ്സിലും എന്ന രീതിക്ക് നമുക്ക് നാളെ എടുക്കാം. ഞാനത് ഇന്നലെ വിചാരിച്ചായിരുന്നു, മറന്നുപോയി. ഓക്കെ, എനിവേ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.